ഇസ്ലാം ദേഷ്യം പിടിക്കാൻ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ദേഷ്യത്തിന് ഇസ്ലാം നൽകുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗദ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഇഷ്ടപ്പെടുകയും അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും വ അബ്ഗദ ലില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് ദേഷ്യപ്പെടുകയും ചെയ്താൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അയാൾക്ക് ഈമാൻ പരിപൂർണമായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ അങ്ങനെയായിരുന്നുവല്ലോ. എത്ര ആളുകളാണ് ഹബീബിനെ വേദനിപ്പിച്ചത്, ഹബീബിനെ നോവിച്ചത്. മുത്തുനബി തങ്ങളുടെ ദീനിന് തടസ്സമാകുന്ന വിധം ആരെങ്കിലും ഹബീബിനെ വേദനിപ്പിക്കുകയാണെങ്കിൽ ആ വിഷയത്തിലെ നബി തങ്ങൾ ദേഷ്യപ്പെടാറുള്ളൂ. ഹബീബിന്റെ നിസ്കാരം ബുദ്ധിമുട്ടാക്കിയപ്പോ, മുത്തുനബി തങ്ങൾക്ക് ഒരു യുദ്ധസമയത്ത് അസ്ർ നിസ്കാരം ഖളാ ആകാറെടുത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹുമ്മ ബുതൂനഹും നാറാ, അല്ലാഹുവേ അവരുടെ വയറുകളിൽ നീ തീ നിറക്കേണമേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തത് ഹബീബിന്റെ ശരീരം വേദനിപ്പിച്ചപ്പോഴല്ല, അള്ളാഹുവിന് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിസ്കാരത്തിന് തടസ്സമായി വന്നപ്പോ. ത്വായിഫിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ത്വായിഫുകാരുടെ മർദ്ദനങ്ങളേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോര ഒലിക്കുന്ന കാലുമായി നടന്ന ഒരു സ്ഥലമുണ്ട് ത്വായിഫിൽ. ഇന്നവിടെ കാണാൻ കഴിയും മസ്ജിദു അദ്ദാസ്. ഒരു ചെറിയ പള്ളിയുണ്ട് ത്വായിഫിൽ, മസ്ജിദ് അദ്ദാസ്. അദ്ദാസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയാണത്. ആ ഒരു വേലക്കാരൻ, ഒരു പരിചാരകൻ, ഒരു അടിമയല്ലാതെ മറ്റൊരാളും ത്വായിഫിൽ അന്ന് മുസ്ലിമായിരുന്നില്ല. ആ അദ്ദാസ് എന്നവരുടെ പേരിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ബാക്ക് സൈഡ് ഒരു മുന്തിരിത്തോപ്പായിരുന്നു മുമ്പ്. ഇന്ന് ഇപ്പോഴും അവിടെ കൃഷിയുണ്ട്. അടുത്തൊരു 3 ആഴ്ച മുമ്പ് എനിക്കത് കാണാൻ അവസരമുണ്ടായി. മുത്തുനബി തങ്ങൾ നടന്നിരിക്കാനിടയുള്ള, മുത്തുനബി തങ്ങൾ വിശ്രമിക്കാൻ നബി തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് തണലുകായാൻ ഓടി വന്ന ഒരിടമുണ്ടവിടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാസ് എന്നവരെ മുത്തുനബി തങ്ങൾ അവരോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ എവിടെന്നാണ്? മിൻ നീനവ, ഞാൻ നീനവക്കാരനാണ്, നീനവായിൽ നിന്ന്. നീനവായോ? നീനവ അത് എനിക്കറിയാം. യൂനുസ് ഇബ്നു മത്താ, മത്തായുടെ മകൻ യൂനുസ് നബിയുടെ നാടല്ലയോ അത്? മുത്തുനബി തങ്ങളോട് അദ്ദാസ് എന്നവരെ, നിങ്ങൾക്ക് എങ്ങനെ യൂനുസ് നബിയെ കുറിച്ചറിയാം? അവർ ഇറാഖുകാരനാണ്, ഞാൻ ഇറാഖിയാണ്, ഞാൻ നീനവക്കാരനാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഞാനും യൂനുസും പ്രവാചക ശൃംഖലയിലെ സുഹൃത്തുക്കളാണ്, കൂട്ടുകാരാണ്, ഞങ്ങൾ സഹോദരങ്ങളാണ്. ഇസ്ലാം പഠിച്ചു മുസ്ലിമായി മുത്തുനബി തങ്ങളെ ആട്ടിയോടിച്ചൊരു സമുദായത്തെ 2 പർവ്വതങ്ങൾ, 2 മലകളാൽ, 2 ഭീകരമായ പാറക്കെട്ടുകളുള്ള 2 മലകൾക്കിടയിൽ ത്വായിഫുകാരെ ചതച്ചരക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോഴാണ്, വേണ്ട ജിബ്രീലേ, വേണ്ട മലക്കുൽ ജിബാലേ, വേണ്ട. അല്ലാഹു അവരിലൂടെ ലാ യുഖ്രിജല്ലാഹു മിൻ സുലാബിഹിം മൻ യുവഹിദുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആരെങ്കിലും ത്വായിഫുകാരുടെ പിന്മുറക്കാരിൽ അങ്ങ് ജനിച്ചെങ്കിലോ അതല്ലയോ നമുക്ക് നല്ലത് എന്ന് തനിക്ക് ഹബീബായി തങ്ങൾക്ക് വേദനിച്ചപ്പോൾ അവർക്കെതിരെ ദുആ ചെയ്തില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം ബുദ്ധിമുട്ടാക്കിയ അബൂജഹലിനെ, ഉത്ബയെ, ഷൈബയെ, അല്ലാഹുമ്മ ഖുദ് അബാ ജഹൽ, അല്ലാഹുമ്മ ഖുദ് ഉത്ബ വഖുദ് ഷൈബ, പടച്ചവനെ ഷൈബയെ, ഉത്ബയെ, അബൂജഹലിനെ പിടിക്കണേ എന്ന് മുത്തുനബി തങ്ങൾ സുജൂദിൽ കിടക്കവേ ഹബീബിന്റെ പെരടിയിലേക്ക് ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ടപ്പോ, ഒരു കോഴിയുടെ, ചിക്കന്റെ വേസ്റ്റിന്റെ നാറ്റം എത്രയാണ്! ഒരു ഒട്ടകത്തിന്റേതോ ഒരു ആടിന്റേതോ ഒരു മാടിന്റേതോ സങ്കല്പിച്ചു നോക്കൂ. ആ വേസ്റ്റാണ് അഷ്ഖൽ ഖൗം, ആ സമുദായത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ മുത്തുനബി തങ്ങളുടെ തോളിൽ കൊണ്ടുവന്ന് ചാർത്തിയത് സുജൂദിൽ കിടക്കുമ്പോ. എഴുന്നേൽക്കാൻ കഴിയാതെ ഹബീബ് വിഷമിച്ചപ്പോ ഫാത്തിമ ബിൻതു മുഹമ്മദ്, ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവർ ചെറിയ മോളാണെന്ന് അവിടുത്തെ ഇളം കൈകളെ കൊണ്ടത് എടുത്തു മാറ്റി ആ ഒട്ടകത്തിന്റെ വിസർജ്യങ്ങൾ നാറുന്നത്
ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ വന്ന് പതിച്ച വിസർജ്യങ്ങൾ മുഴുവനും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് മുത്തുനബി തങ്ങളുടെ തലയും കഴുത്തും ശരീരവും കഴുകിക്കൊടുത്ത ഒരു പിഞ്ചുമോളായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ മോളാണ് ഹബീബായ നബി തങ്ങളെ കഴുകി വൃത്തിയാക്കിയെടുത്തത്. നബി തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലാഹുവേ, അബൂജഹലിനെ പിടിക്കണേ, ഉത്ബയെ നീ പിടിക്കണേ, ഷൈബയെ നീ പിടിക്കണേ. അവരെ മുഴുവനും അല്ലാഹു പിടിച്ചു ബദറിൽ വെച്ച്. മക്കയുടെ ബഹുദൈവാരാധനയുടെ കൊടിയ ശിർക്കിന്റെ മുഴുവൻ പ്രമാണിമാരെയും ഒന്നൊന്നായി ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ. ഇവൻ ഇവിടെയാണ്, അബൂജഹൽ ഇവിടെ വീഴും, ഉമയ്യത്ത് ഇവിടെ വീഴും, ഉത്ബ ഇവിടെയാണ് വീഴുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു നബി തങ്ങൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബദർ നടക്കുമ്പോ എന്തിന് നബി തങ്ങളുടെ ദേഷ്യപ്പെട്ടു? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ദേഷ്യപ്പെട്ടത്, ഹബീബായ നബി തങ്ങൾ ദേഷ്യപ്പെട്ടത് സ്വന്തത്തിന് ശരീരത്തിനെ വേദനിപ്പിച്ചപ്പോഴല്ല, അള്ളാഹുവിന്റെ ദീനിനെ വിഷമിപ്പിച്ചപ്പോഴാണ്, ദീനിന് തടസ്സമാകുന്നത് ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് അഫലാ അദുല്ലുകും അലാ മൻ ഹുവ അശദ്ദു മിൻഹു, 100 ആളുകളെ ഓരോരുത്തരെയും കമിഴ്ത്തടിച്ച് ശക്തി തെളിയിക്കുന്ന നല്ല മല്ലനായ ഒരു മനുഷ്യനെ ചൂണ്ടിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇവനല്ല ശക്തിമാൻ. സ്വന്തത്തിന് വേദനിക്കുന്ന വാക്കുകൾ ഒരാൾ പറയുകയും ആ സമയത്ത് തന്റെ പിശാച് മറുപടി കൊടുക്ക്, വായിടപ്പൻ മറുപടി കൊടുക്ക്, ഇങ്ങോട്ട് ചീത്ത വിളിച്ച പോലെ അങ്ങോട്ടും ചീത്ത വിളിക്ക്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അവസ്ഥ അതാണ്. പരസ്പരം ചീത്ത വിളിക്കുന്നത്, പരസ്പരം പഴിചാരുന്നത്, പരസ്പരം അശ്ലീലമായ ഭാഷ ഉപയോഗിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകള് പോസ്റ്ററുകൾ ഉണ്ടാക്കി വിടാം. എത്ര എളുപ്പമാണ്, ആർക്കും ആർക്കെതിരെയും ചെയ്യാം. പക്ഷേ പോസ്റ്ററുകൾ എത്ര കാലം അവിടെ കിടക്കുന്നവോ, എത്രയായിരം ആളുകൾ അത് കാണുന്നുണ്ടോ, ഒരു ആക്ഷേപത്തിന്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയാൽ അതിന്റെ പാപഭാരം ആരത് ചെയ്തു വിട്ടുവോ ആ മനുഷ്യന്റെ റെക്കോർഡിലേക്ക് ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞാലും ഖബറിന്റെ ഉള്ളിലേക്ക് ആ തിന്മയുടെ ഗീബത്തിന്റെ ശിക്ഷ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ എന്താ ഓർക്കാത്തത്? എത്ര ഗുരുതരമാണത്! മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായി അല്ലാതെയും വേദനിപ്പിക്കുന്ന വാക്കുകളെ അത് പറയുന്നവർക്ക് മറുപടി കൊടുക്കാതെ സ്വന്തം ദേഷ്യം കടിച്ചമർത്താൻ കഴിയുന്നവനാണ്. ശാരീരികമായി ബലമില്ലെങ്കിലും ആ മനുഷ്യനോളം ബലമുള്ള മറ്റൊരാളില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിവേകം പരാജയപ്പെടരുത്, ദേഷ്യം ജയിക്കുകയും അരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകളോട് നമ്മുടെ വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടാവും, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുക, എന്ത് പറയുന്നതും ദേഷ്യത്തോടെ പറയുന്നവര്. പെരുമാറ്റം, ദേഷ്യം നമ്മൾ അറിയുമോ? ദേഷ്യപ്പെടുമ്പോൾ ഒരു തീയാണ് കത്തുന്നത്, ആ കത്തിക്കുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്ന ആളുകൾ വേഗം പോയി വുദു എടുക്കണമെന്ന് പറയാൻ കാരണം. മുത്തുനബി തങ്ങളുടെ ഹദീസ് വഴി വരുന്നുണ്ട്. മുത്തുനബി തങ്ങൾ നമ്മളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കേണ്ടവരാണ്. അടിപടി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്, മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കോപമാണതിന് കാരണം. നമ്മുടെ മദ്രസകൾക്ക് ചുമര് വീഴുന്നത്, വിവേചനങ്ങൾ ഉണ്ടാകുന്നത്, വിഘടനം ഉണ്ടാകുന്നത് ദേഷ്യമാണ് അവിടെ ഭരിക്കുന്നത്. പിശാചിന് ഇഷ്ടമാണത്. ഒരു പിശാച് ദേഷ്യപ്പെടുന്ന മനുഷ്യന്റെ തലയിൽ കയറി കളിക്കുന്ന പോലെ ഒരാളെയും അവനങ്ങനെ കളിക്കാൻ കിട്ടില്ല. ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ചിന്ത എന്താ നമുക്കറിയില്ല, നമ്മൾ പറയുന്നത് എന്താ നമുക്കറിയില്ല, നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല. ഓർമ്മയുണ്ടോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം നടക്കുമ്പോ മഹാനവറുകളുടെ വാളുകൊണ്ട് കൊല്ലപ്പെടാൻ പോകുന്ന ഒരു ശത്രു അലി റളിയല്ലാഹു അൻഹുവിനെയും മുസ്ലിമീങ്ങളെയും ഓടിച്ചു പിടിച്ച് വകവരുത്തിയ ആള് വകവരുത്താൻ അലി തങ്ങളുടെ പോലും പിന്നാലെ കൂടിയ മനുഷ്യനെ അലി റളിയല്ലാഹു അൻഹു പിടിച്ചു വെച്ച് യുദ്ധക്കളത്തിൽ വെച്ച് വധിക്കാൻ നിൽക്കുമ്പോ താഴെ കിടക്കുന്ന ഈ മനുഷ്യൻ മഹാനായ അലി തങ്ങളുടെ മുഖത്തേക്ക് കാക്കിച്ചു തുപ്പിയില്ലേ? മഹാനായ അലി തങ്ങൾ ആ ശത്രുവിനെ ഒന്നും ചെയ്യാതെ അയാളുടെ ദേഹത്ത് കയറിയിരിക്കവേ എഴുന്നേറ്റിറങ്ങിപ്പോന്നപ്പോ ആളുകൾ ചോദിച്ചു, അലി ആരെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? മുസ്ലിമീങ്ങളിലെ നിരപരാധികളായ ആളുകളെ വെട്ടിനുറുക്കിയ ഈ മനുഷ്യനെ
നിങ്ങൾക്ക് വകവരുത്താൻ അവസരമുണ്ടായിട്ട് നിങ്ങൾ വെറുതെ വിടുകയോ? അലി തങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ വധിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തടസ്സം നിന്നതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന് ദീനിന് തടസ്സമുണ്ടാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ അവനെ വധിക്കാൻ നിൽക്കുന്നത്. ഞാൻ അവനെ വധിക്കാൻ നേരത്ത് എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എനിക്കൊരു ദേഷ്യം വന്നിട്ടുണ്ട്. ഞാൻ മനുഷ്യനാണ്. ഒരു മനുഷ്യന്റെ മുഖത്ത് തുപ്പുമ്പോ ദേഷ്യം വരില്ലേ? ഞാനെങ്ങാനും അയാളെ വധിക്കുകയാണെങ്കിൽ എന്റെ മനസ്സിന്റെ ദേഷ്യം, എന്നോട് ചെയ്തതിന്റെ ഉപദ്രവം, എന്നോട് അപമാനം ചെയ്തത്, എന്നെ നാണം കെടുത്തിയത്, എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയത്, ആ ഒരു ദേഷ്യവും കലർത്തിയിട്ടാണ് ഞാൻ അയാളെ വധിക്കുന്നതെങ്കിൽ ഞാൻ എന്തിനയാളുടെ ജീവൻ എടുക്കണം? ഞാൻ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയായിരുന്നല്ലോ. എന്റെ ദേഷ്യത്തിന്റെ മറവിലാവരുത്. എനിക്കപ്പോ ഒരു ദേഷ്യം വന്നിട്ടുണ്ട്. ആ ദേഷ്യത്തിൽ ഞാൻ അത് ചെയ്തുകൂടല്ലോ. അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതായി പോകും. അതുകൊണ്ട് ഞാൻ അയാളെ വധിച്ചില്ല എന്ന്. അത്ഭുതമല്ലേ അത്? എത്ര വലിയ വിവേകമാണത്! യുദ്ധമുഖത്ത് ദേഷ്യമാണ് ഭരിക്കുന്നത്. യുദ്ധമുഖത്ത് ആളുകൾ വികാരാധീനരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ പോലും ഇസ്ലാമിന്റെ നേതാവ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയാപ്പിളയും ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയായി ഭരണം നടത്താൻ അവസരം ലഭിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവേകം നഷ്ടപ്പെടാതെ വികാരത്തിനടിമയാവാതെ മഹാനവറുകൾ പ്രവർത്തിച്ചു എന്നത് അത്ഭുതമല്ലേ? ഒരു യുദ്ധക്കളത്തിൽ, ചരിത്രത്തിൽ നമുക്ക് എത്ര കിട്ടും ഇത്തരം അനുഭവങ്ങള്? ഒരു യുദ്ധക്കളത്തിൽ പോലും തന്റെ വിവേകത്തോടുകൂടെ വികാരത്തെ നിയന്ത്രിച്ചത്, മനുഷ്യ ശരീരത്തിന്റെ വികാര വിക്ഷോഭങ്ങളെ അടക്കിപ്പിടിച്ചത്. ഇതാണ് ഇസ്ലാം. നബി തങ്ങൾ പറയും, ലൈസ ശദീദു ബിസ്സർഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ജിമ്മിന് പോകാം, ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താം, നല്ലതാണ്, ആരോഗ്യം നല്ലതാണ്. പക്ഷേ ജിമ്മിന് പോയി മസിലുള്ള ആളാണോ ഏറ്റവും വലിയ ശക്തിമാൻ? അല്ല. ഏറ്റവും വലിയ ശക്തിമാൻ ആരാണ്? ലൈസ ശദീദു ബിസ്സർഅ. കയ്യൂക്ക് കൊണ്ട് ഏതെങ്കിലും ഒരാളെ അടിക്കാനോ പ്രഹനോ താഴെ വീഴ്ത്താനോ കഴിയുന്നവനല്ല ഏറ്റവും വലിയ ശക്തിമാൻ. ആരെന്നറിയോ? ഇന്നമ ശദീദ്. എന്നാൽ ശക്തിമാൻ എന്ന് പറയുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം വരുമ്പോൾ അവനവനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയോ ദേഷ്യം വന്നാൽ? ഇതാണ് വിഷയം.